ദുന്യവിയായ ലോകത്തെ ജീവിതം ഒരിക്കലും സ്വർഗീയമായ ജീവിതം ഉണ്ടാകൂല. എന്തുകൊണ്ട്? അത് ദുന്യാവായതുകൊണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ മുതലാളി, 100 ഷോപ്പിന്റെ ഓണറാണ് അയാൾ. അയാളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ എല്ലാത്തരം ഭക്ഷണവും ടേബിളിലുണ്ട്. പച്ചക്കറി ഉണ്ട്, മീനുണ്ട്, ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്, എല്ലാ തരം ഭക്ഷണങ്ങളും. ഈ ഭക്ഷണങ്ങളാകുന്ന ഭക്ഷണങ്ങളൊക്കെ മുന്നിൽ വെച്ച് അയാളുടെ കൂടെയുള്ള ആളുകളെയും ഭക്ഷണം കഴിക്കാനിരുത്തി. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. വീട്ടിൽ നിന്നുണ്ടാക്കിയ നല്ല രുചികരമായ വിഭവങ്ങൾ മുന്നിൽ വെച്ച് ഇയാള് വെറും സലാഡ് മാത്രം കഴിക്കുകയാണ്. ഒരുപാട് ഭക്ഷണം മുന്നിലുണ്ട്. ചിലപ്പോ അയാൾക്കും അതിഥികൾക്കും വീട്ടുകാർക്കും അവരൊറ്റ നേരത്തെ ഭക്ഷണം അത് മുഴുവനായും കഴിക്കണം എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ സാധിക്കൂല. വീട്ടുകാർ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസവും 3 ദിവസവും ഒക്കെ കഴിക്കാൻ അതുണ്ടാവും. അത്രയും ഭക്ഷണം ടേബിളിന്റെ മേലെ നിറഞ്ഞു നിന്ന് ആ ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാരോടൊപ്പം ഇഷ്ടമുള്ളവരോടൊപ്പം ഇരുന്ന് ഇയാള് വെറും സലാഡ് മാത്രം കഴിക്കാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ സലാഡ് മാത്രം കഴിക്കുന്നത്? അപ്പൊ അയാള് പറഞ്ഞ മറുപടി ഞാനിങ്ങനെ കുറെ ചിന്തിച്ചു. എന്താണ് മറുപടി? അയാൾ പറഞ്ഞു, ഭക്ഷണം എല്ലാം എന്റെ തീന്മേശയിൽ എത്തിക്കാൻ ഞാൻ കരുതിയപ്പോ എനിക്ക് അള്ളാഹു സാമ്പത്തിക ശേഷി തന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വാങ്ങാനും അതുണ്ടാക്കാനും ജോലിക്കാരെ നിർത്താനും എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിക്കണ്ടെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതുകൊണ്ടായിരിക്കാം ഞാൻ ഡേറ്റിങ്ങിലാണ് നിങ്ങളോട് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാനായത്. എല്ലാം ഭക്ഷണത്തിന്റെ തീന്മേശയിൽ ഉണ്ടെങ്കിലും കഴിക്കാൻ എനിക്ക് വകുപ്പില്ല. മറ്റൊരു വിഭാഗത്തെ നോക്കിയാൽ എല്ലാ ദിവസവും എനിക്ക് ഇതുപോലെ ഭക്ഷണം ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കൊരു നഷ്ടവും വരാനില്ല, അല്ലെങ്കിൽ എന്റെ സാമ്പത്തികമായ ഭദ്രതക്കൊന്നും ഒരു കുറവും വരാനില്ല. പക്ഷേ മറ്റൊരു വിഭാഗം എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആളുകളെ വിളിപ്പിച്ച് അല്ലെങ്കിൽ സ്റ്റാഫിനെ നിർത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തീന്മേശയിൽ ഒരുക്കാൻ സാധിക്കൂല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഹോട്ടലുകളിൽ പോയി എല്ലാ ദിവസവും സാധിക്കൂല, സാമ്പത്തികം കൊണ്ട് കഴിയൂല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ രണ്ടും ഒന്നാണല്ലോ. എനിക്ക് എല്ലാം കഴിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്, പക്ഷേ എന്റെ ശരീരത്തിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. മറ്റൊരു വിഭാഗത്തിന് ശരീരത്തിന് കപ്പാസിറ്റി ഉണ്ട്, സാമ്പത്തികമായ ഭദ്രത അതുപോലെ ഇല്ല. ഭൗതിക ലോകത്തെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിയാണെങ്കിലും അയാൾ രാവിലെ സ്വർണം തിന്നാറില്ല. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ്, ലോകം കണ്ട ഒന്നാമത്തെ പണക്കാരനാണ്. അയാളും രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളി തിന്നാറില്ല, അല്ലെങ്കിൽ പണം തിന്നാറില്ല, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും വിലപിടിപ്പുള്ള മുത്തുകൾ കഴിക്കാറില്ല. അയാളും കഴിക്കുന്നത് ഇതുപോലെയുള്ള ഭക്ഷണ വസ്തുക്കളാണ്. നമ്മളും കഴിക്കുന്നത് ഭക്ഷണ വസ്തുക്കളാണ്. ഭൗതിക ലോകത്തെ ദുന്യവിയായ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് കോടാനുകോടികൾ സമ്പാദിച്ചത് കൊണ്ട് അയാളുടെ ജീവിതത്തിൽ സ്വർണത്തെ തിന്നാൻ സാധിക്കുകയില്ല.